ഒരു വലിയ ടൗണിൽ എത്തിച്ചേർന്നു. ആരും സഹായിക്കാനൊന്നുമല്ല. ഓൻ അബദ്ധവശാൽ ഇങ്ങനെ ദേഷ്യം പിടിച്ച് ഉസ്താദ് പുറത്താക്കിയപ്പോൾ, അല്ലെങ്കിൽ വാപ്പന് വീട്ടിൽ കയറരുത് എന്ന് പറഞ്ഞപ്പോൾ ഉമ്മാൻ്റെ എടുത്തുചാട്ടം കാരണം വീട്ടിൽ നിന്ന് ബഹിഷ്കൃതനായി, ദർസിൽ നിന്നോ മറ്റോ ബഹിഷ്കൃതനായി. അങ്ങനെ അവൻ കൊച്ചിയിൽ എത്തിച്ചേരുന്നു. ഇനി അവനെ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത് ആരാണ്? ഇനി അവൻ്റെ ചുറ്റും പറന്നുകൊണ്ടിരിക്കുന്ന, കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? എങ്ങനെയെങ്കിലും ഇവനെ പിടിച്ചിട്ട് മയക്കുമരുന്നിൻ്റെ ഏജന്റ് ആക്കണം എന്ന് കരുതുന്ന ഒരു വിഭാഗം, എങ്ങനെയെങ്കിലും ധാതാക്കി മാറ്റണം, ഞങ്ങളെ കിണത്ത് കൂട്ടണം എന്ന് പറയുന്നത് വേറൊരു ടീം, സെക്സുമായി ബന്ധപ്പെട്ട് തോൽപ്പിക്കാനുള്ള വേറൊരു ടീം. ഒരു വലിയ ടൗണിൽ പോയിട്ട് നിയർലി സ്പാ എന്നൊക്കെ ഒന്ന് അടിച്ചു നോക്കൂ. അള്ളാന്റെ റബ്ബേ, തുരുതുരോ സ്പാകളാണ്. എന്തേ ഇങ്ങനെ കാലഞ്ഞക്കലാന്നാ വിചാരിച്ചത്? അല്ലെന്നാണ് റിപ്പോർട്ട്. നമ്മുടെ മക്കളോട് സുഖല്ലേ, നീ പഠിക്കുന്നിടത്ത് ഉഷാറല്ലേ ചോദിക്കുമ്പോൾ എന്ന് പറയും. ഈ ഒരു വാക്കിൽ മാത്രം വിശ്വസിക്കുന്നോ? മയക്കുമരുന്നിന് അഡിക്റ്റ് ആവുക എന്നുള്ള ഭീഷണി മാത്രമല്ല, എയ്ഡ്സും പിടിച്ചു വരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് 2025. എയ്ഡ്സും പിടിച്ചു വരും. ഇത് വെറുതെ പറയുന്നതൊന്നുമല്ല, അങ്ങനെ തന്നെ പഠനങ്ങളുണ്ട്. എന്നിട്ട് നാട്ടിലൊക്കെ വന്നിട്ട് ഏതെങ്കിലും ഒരു സാധു പെൺകുട്ടിയെ കല്യാണം കഴിക്കും, അവൾക്കും കൊടുക്കും, കുട്ടികൾ ജനിക്കും, അവർക്കും ഉണ്ടാവും. 10 വർഷം നീണ്ടു നിൽക്കുന്ന മരണം ആസ്വദിക്കേണ്ടിയും വരും. കൂണിന് കൂണായിട്ട് ഇത്തരം സംവിധാനങ്ങൾ. അപ്പൊ നമ്മുടെ ഒരു അക്ഷമ കാരണം പുറത്താക്കപ്പെടുന്ന ഒരു കുട്ടി എത്തിപ്പെടുന്നത് ഇത്തരം പരമമായ വൃത്തികേടുകളിലേക്കാണ്. അതുകൊണ്ടാണ് നേതൃത്വം വഹിക്കണമെങ്കിൽ ക്ഷമ വേണം. നമ്മളൊക്കെ നേതാക്കളാണ്, നമ്മുടേതായ മേഖലകളിൽ നമ്മളൊക്കെ രാജാക്കളാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് 17-ാം അധ്യായം ഇസ്രാഈലിന്റെ 36-ാമത്തെ വാക്യം, ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമു ഇന്ന സമഅ വൽ ബസർ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നമ്മുടെ തീരുമാനം, നമ്മുടെ പക്വതക്കുറവ്, നമ്മുടെ എടുത്തുചാട്ടം, നമ്മുടെ ക്ഷമയില്ലായ്മ, നമ്മുടെ കണ്ണ്, കാത്, ഹൃദയം, നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗം ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും റബ്ബ് ചോദിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ ഒരു വിശദീകരിച്ചു, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയത്തി. ഓരോരുത്തരും നേതൃത്വമുള്ളവരാണ്, ഓരോരുത്തരും നേതാക്കളാണ്, ഓരോരുത്തരും ഭരണം നടത്തുന്നവരാണ്, ഓരോരുത്തരും അവരവരുടെ മേഖലയിലെ നിയന്ത്രിക്കുന്നവരാണ്. അവര് മസ്ഊലുൻ അൻ റഇയത്തി, അവരുടെ ഭരണീയരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരുമാകുന്നു. അല്ലാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. മോനെ നശിപ്പിച്ചതിന് നല്ലൊരു കുട്ടിയെ ദർസിൽ നിന്ന് അവിവേകം കൊണ്ട്, എടുത്തുചാട്ടം കൊണ്ട് പുറത്താക്കി അവനെ ലോകത്തിന് തന്നെ ഭീഷണിയാവുന്ന ഒരു ഫ്രോഡാക്കി വളർത്തിയതിന് ചോദ്യം ചെയ്യപ്പെടും അധ്യാപകൻ. അപ്പൊ നേതാക്കളാവണോ? ഞാൻ നേതാവൊന്നുമില്ല എന്ന് പറയരുത് കേട്ടോ. നമ്മൾ ഓരോരുത്തരും നേതാക്കളാണ്. നമ്മുടെ മേഖലയിൽ ക്ഷമ വളരെ ആവശ്യം.